ഹലോ ഗേസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമ. നിങ്ങളെല്ലാവരും ഇപ്പോൾ അറിഞ്ഞാലും തിയേറ്ററിൽ റിലീസായിട്ടുള്ള ഒരു കോമഡി ജനറൽ പെട്ട സിനിമയാണ് പ്രേമലു. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ പറയാനാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സിനിമ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ സിനിമയുടെ റിവ്യൂയിലേക്ക് വന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് എൻ്റെ ആദ്യത്തെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രേമലു, അതായത് ഈ സിനിമ നമ്മൾ ഗിരീഷ് ഏടി, ഈ ഡയറക്ടർ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ തുടങ്ങിയ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഡയറക്ടറാണ് നമ്മുടെ ഗിരീഷ് ഏടി. ഗിരീഷ് ഏടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രേമലു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സിനിമയാണ്. IMDbയിൽ ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് 8.5 ആണ്. ഒരു ലാഗും ഇല്ല, ഒരു അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 ഹവറും 36 മിനിറ്റുമാണ്. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, പാത്തു ജാൻവർ, തങ്കം എന്നീ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടീംസാണ്. പടത്തിൽ നെൽസൺ, മമിത ബിജു, ശ്യാം മോഹനൻ, സംഗീത് പ്രതാപ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ശ്യാം മോഹനൻ, എൻ്റെ പൊന്നു, അങ്ങേരുടെ അഭിനയം ഒരു രക്ഷയില്ല. കാരണം ഈ പടത്തിൻ്റെ ഡെപ്ത് കൊണ്ടുപോയിരിക്കുന്നത് തന്നെ ശ്യാം മോഹനിലാണ്. അയാളുടെ ആ ഒരു അഭിനയവും ശരിക്കും പറഞ്ഞാൽ അയാളുടെ അഴിഞ്ഞാട്ടാണെന്ന് തന്നെ ഈ പടം പറയാം. അമ്മാതിരി അഭിനയമായിരുന്നു ശ്യാം മോഹൻ എന്ന് പറയുന്ന ആൾ. ഈ പടത്തിൽ നല്ലൊരു ക്രെഡിറ്റ് വഹിക്കുന്ന ഒരാൾ തന്നെയാണ് ശ്യാം മോഹൻ. പിന്നീട് മാത്യുവിൻ്റെ ഒരു കോമിക് റോൾ ഉണ്ടായിരുന്നു. മാത്യു ആ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നെൽസൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പറായിട്ട് നല്ല അവരുടെ ഇമോഷൻ ടച്ച് എല്ലാം അടിപൊളിയായിട്ട് കണക്റ്റായി. ശ്യാം മോഹനൻ്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അമ്മാതിരി അഭിനയമായിരുന്നു പുള്ളി ആ സ്ക്രീനിൽ കിടന്ന്. സൂപ്പർ, ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി അഭിനയമായിരുന്നു. ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു കോമഡിയൊക്കെ ചെയ്യണമെങ്കിൽ ടൈമിങ്ങാണ് മസ്റ്റായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ കോമഡി വർക്കൗട്ട് ആണെങ്കിൽ മെയിനായിട്ട് ടൈമിങ് ശ്രദ്ധിക്കണം. അതൊക്കെ ഡയറക്ടർ വേറെ ലെവലായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ഞാൻ ഈ സിനിമ കണ്ടത്. അതിഗംഭീരം എന്ന് തന്നെ ഞാൻ പറയും. അതിഗംഭീരമായിട്ട് ഡയറക്ടർ ഇതിനെ എല്ലാം സെറ്റപ്പായിട്ട് കോർത്തണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നല്ല മസ്റ്റ് തിയേറ്റർ വാച്ചബിളായിട്ടുള്ള മൂവിയാണ്. ഒരുവിധം എല്ലാവർക്കും ഈ പടം കണക്റ്റ് ആവും. അടിപൊളി പടം കേട്ടോ. ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട് തന്നെ എനിക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇമോഷൻ സീൻസൊക്കെ നമുക്കൊരു ടച്ച് ചെയ്യുന്ന രീതി തന്നെ എടുത്തിട്ടുണ്ട്. അതായത് നെൽസൻ്റെ ആയാലും അമിത ബിജുവിൻ്റെ, അതായത് സച്ചിൻ, റീനു, ഇങ്ങനെയാണ് ഇവരുടെ ക്യാരക്ടേഴ്സ്. അവരുടെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഹൈദരാബാദിൽ വെച്ചിട്ടുള്ള ഒരു മേഡ് എല്ലാം സെറ്റപ്പ് തന്നെയാണ്. അടിപൊളിയായിട്ട് തന്നെ പടം മുന്നോട്ട് പോയിട്ടുണ്ട്. തെറ്റുകളെന്ന് പറയാനായിട്ടൊന്നും തന്നെ പടത്തിൽ ഞാൻ കണ്ടില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ നെൽസൻ്റെ ഒരു അഭിനയമൊക്കെ, അതായത് നമ്മൾ അവൻ്റെ അഭിനയം പലപ്പോഴും കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്താ പറയുക, ഒരു നല്ലൊരു അഭിനയം. അതായത് ആ ഏജ്, ആ ഒരു ക്യാരക്ടർ, അങ്ങനെയൊക്കെ എല്ലാം ഉൾക്കൊണ്ടിട്ട് ഒരു സൂപ്പർ അഭിനയം തന്നെയായിരുന്നു നെൽസൻ്റെയും. പിന്നെ മാത്യുവിൻ്റെ ക്യാരക്ടർ ചെറിയൊരു ഗസ്റ്റ് റോളായിട്ടാണ് വരുന്നത്. 1-2 സീൻസ് ഉള്ളെങ്കിലും മാത്യു അടിപൊളിയായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. നിങ്ങളെല്ലാവരും പോയി കാണണം. ഞാൻ ഈ സിനിമ കണ്ടത് തിയേറ്റർ കോതമംഗലത്ത് വെച്ചിട്ടാണ്. ഈ സിനിമ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിലൊക്കെ കൂട്ടച്ചിരികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് പ്രേമലു. കിടിലൻ പടം. ഐ ലവ് ദ മൂവി. ഒരു വലിയ നടന്മാരൊന്നും ഈ പടത്തിൽ ഇല്ലാതെ തന്നെ സ്ക്രീനിലൊരു യൂത്തിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു നമ്മളവിടെ കണ്ടത്. ആ ശ്യാം മോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ അഴിഞ്ഞാട്ടമായിരുന്നു. അമ്മാതിരി അഭിനയം, ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കുള്ള സ്ക്രീൻ പ്രസൻസ് കൊടുക്കാൻ ഡയറക്ടർ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ മികവ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഫാമിലിയായിട്ട് തന്നെ 2.5 ഹവർ ആസ്വദിച്ച് കണ്ട് ഇറങ്ങാൻ പറ്റിയൊരു കിടിലൻ പടമാണ് പ്രേമലു. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇതെൻ്റെ ഒരു തുടക്കമാണ്. ഇതൊരു തുടക്കമാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.